എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാൻ മടിക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലരുടെ വിഡ്ഢിത്തരങ്ങൾ, അവർ എത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും ഇനി ആരാണെന്ന് പറഞ്ഞാലും വിഡ്ഢിത്തരങ്ങൾ എല്ലാവരുടെ വായിലും വരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ഗർഭം നൽകിക്കഴിഞ്ഞാൽ അവൾക്ക് ആ ഒരു കുഞ്ഞിന് പാലൂട്ടി വളർത്താൻ കഴിയില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എൻ്റെ ചോദ്യത്തിന് എന്താണ് പ്രസക്തി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊരു ചോദ്യം ചോദിച്ചത് എന്ന് പലർക്കും ഡൗട്ടുണ്ടാവാം. അപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും ആ ഡൗട്ടുകളൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ, ഈ വലിയൊരു പണ്ഡിതൻ്റെ, ഒരു പാസ്റ്ററാട്ടോ, ആ പാസ്റ്റർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതായത് ഈ പാസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കന്യാമറിയത്തിന് മുലപ്പാലില്ലായിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, യേശുക്രിസ്തുവിനെ പ്രസവിക്കുന്ന സമയത്ത് കന്യാമറിയത്തിന് മുലപ്പാലില്ലാതെ പോയതിൻ്റെ കാരണം കന്യാമറിയം കന്യകയായിട്ട് അമ്മയായതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഉണ്ണി യേശുവിനെ പാലൂട്ടാൻ അവർക്ക് കഴിയാതെ പോയത് എന്നൊക്കെയാണ് ഈ പാസ്റ്റർ പറയുന്നത്. എന്തായാലും പാസ്റ്ററിൻ്റെ വിഡ്ഢിത്തരം നമുക്കൊന്ന് കേൾക്കാം. കന്യകമറിയാമിന്റെ മുലപ്പാൽ കുടിച്ച് വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല. ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ പാല് കുടിച്ച് വളർന്നതേ അല്ല. നമസ്കാരം, ജോൾസ് ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിഞ്ഞോ? എന്തല്ലേ പറയുന്നത്? നല്ല രസമുണ്ട് ഈ വിഡ്ഢിത്തരം കേൾക്കാനായിട്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ യേശു ആരുടെയും പാല് കുടിച്ച് വളർന്നതല്ല, അതുകൊണ്ട് തന്നെ ആരുടെയും രക്തം എൻ്റെ യേശുവിൽ എത്തിയിട്ടില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്ന വീഡിയോ ഒന്നുകൂടി കേൾക്കാം. കുറച്ചുകൂടി വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു. ഓക്കെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ, അവിടെ 15-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതെന്താ? മുലപ്പാലില്ലാഞ്ഞത് കൊണ്ട്. അതെന്നാ? നല്ല രസമുണ്ട് കേട്ടോ പറയുന്നത് കേൾക്കാനായിട്ട്. എന്തൊരു വിഡ്ഢിത്തരമാണ് അദ്ദേഹം പറയുന്നത്. നിൽക്കൂ, ഒന്നുകൂടി നമുക്കത് കേട്ട് വരാം. കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആരുടെയും പാല് കുടിച്ച് വളർന്നതല്ല കർത്താവ്. മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. കന്യകമറിയാമിന്റെ മുലപ്പാല് കുടിച്ച് വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല. ഹല്ലേലൂയ. ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, അവന്റെ രക്തം പുണ്യാഹ രക്തമാണ്, വിലയേറിയ. പെണ്ണുങ്ങൾ പോലും മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പാല് കുടിച്ചു വളർന്നതേ അല്ല. പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് കേട്ടോ? ഇദ്ദേഹം എന്തായി പറയുന്നത്? അതായത് യേശു ക്രിസ്തു കന്യകയായ എന്താണ് പറയുന്നത്, കന്യാമറിയത്തിൻ്റെ പാല് കുടിച്ചിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കന്യാമറിയം കന്യകയായതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് പാലുണ്ടായിരുന്നില്ല, കന്യാമറിയത്തിന് പാലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിയേശു കുടിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കാലിത്തൊഴുത്തിലായിരുന്നല്ലോ അദ്ദേഹം പിറവിയെടുത്തത്. അപ്പോൾ കാലികളുടെ പാലും അതുപോലെ തന്നെ തൈരുമൊക്കെ കുടിച്ച്, തൈരും തേനും പാലും
കന്യാമറിയത്തിൻ്റെ അല്ല, കാലികളുടെ ഒക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ യേശു ക്രിസ്തു, ഉണ്ണി യേശു വളർന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആരുടെയും രക്തം ഉണ്ണിയേശുവിൻ്റെ ശരീരത്തിലേക്ക് ഒഴുകിയിട്ടില്ല. അതായത് അത് ദൈവരക്തം തന്നെയാണെന്നാണ് പറയുന്നത്. എന്ത് വിട്ടിത്താടോ ഈ പറയുന്നത്? കന്യാമറിയത്തിൻ്റെ പിന്നെ പാല് കുടിച്ചിട്ടില്ലെന്ന് കരുതിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞല്ലാതിരിക്കുമോ? അല്ലെങ്കിൽ തന്നെ പാല് കുടിക്കാതിരിക്കുമോ? എടോ, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കന്യാമറിയം കന്യകയായിരുന്നിരിക്കാം, ദിവ്യഗർഭവുമായിരുന്നിരിക്കാം. എത്ര ദിവ്യഗർഭമായാൽ തന്നെയും അവൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവളുടെ മാറിടത്തിൽ പാലുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. അത് ആദ്യം മനസ്സിലാക്കൂ. അത് അങ്ങനെയാണ്. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ പറയുന്ന എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ ആരുടെയും രക്തം കലർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കന്യാമറിയം ഈ ഗർഭസ്ഥാവസ്ഥയിൽ അവരുടെ തന്നെ വയറ്റിൽ അവരുടെ പൊക്കിൾക്കൊടി ബന്ധമാണ്. അമ്മയും മകനും തമ്മിലൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയുടെ ഫുഡാണ് കുഞ്ഞ് വലിച്ചെടുത്ത് ജീവൻ നിലനിർത്തുന്നത്. അമ്മയുടെ വയറ്റിൽ അമിനോട്ടിക് ദ്രവത്തിനകത്താണ് കുഞ്ഞ് കിടക്കുന്നത്. എന്താ, അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധം ഇല്ലയോ? അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ എന്ത് വിവരക്കേടെന്നാണ് ഇതിനൊക്കെ പേരിട്ട് വിളിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ വിവരക്കേട് പറയുന്ന ഒരു മനുഷ്യനുണ്ടോ? താങ്കൾക്ക് ചിലരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, അറിവില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് താങ്കളെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇദ്ദേഹം കഴിവില്ലാത്ത ഒരാളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് വെറും വിവരക്കേട് തന്നെയാണ്. കന്യകയായ ഒരു സ്ത്രീ പ്രസവിച്ചത് കൊണ്ട് അവളുടെ പാല് കുടിക്കാൻ പറ്റാതിരുന്നത് അവൾ കന്യകയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലുമല്ല. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പാലുണ്ടാവും. ഇപ്പോൾ വാടകയ്ക്ക് ഗർഭപാത്രം എടുക്കുന്നില്ലേ ആളുകൾ, വാടക ഗർഭപാത്രം, അങ്ങനെ പ്രസവിക്കുന്ന സ്ത്രീകൾ പോലും ആ കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടും. അവർ കൊടുക്കുന്ന ഒരു എഗ്രിമെൻ്റ് കാലാവധിയുണ്ട്. ആ ഒരു സമയം വരെ അവർ പാല് കിട്ടും ആ കുഞ്ഞിന്. ആ പാലതിനകത്ത് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട്, കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മുലപ്പാലുണ്ടാവും. ഈ പറയുന്ന ഉണ്ണി യേശു മറിയത്തിൻ്റെ പാല് കുടിച്ചിട്ടില്ല, സമ്മതിക്കാം. കാരണം എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് തർക്കിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അത്ര ഇപ്പോൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഹൈന്ദവ പുരാണങ്ങളെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തർക്കിക്കാൻ പറ്റും ഒരു പരിധി വരെ മാത്രം. പക്ഷേ അതുപോലെയല്ല, ബൈബിളിൻ്റെയും ഖുറാൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അധികം എനിക്ക് തർക്കിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അറിവ് കുറവാണ് അതേക്കുറിച്ചിട്ടൊക്കെ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഒരു കുഞ്ഞ് ഒരമ്മയുടെ വയറ്റിൽ കിടന്ന് വളരുമ്പോൾ ആ കുഞ്ഞും അമ്മയുമായിട്ടൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. ആ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ ആ ഒരു പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെയുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ദൃഢത ഉണ്ടാവുന്നത്. അമ്മയുടെ ഭക്ഷണത്തിൻ്റെ പോഷകങ്ങളാണ് കുഞ്ഞ് വലിച്ചെടുത്ത് കഴിച്ച് വളരുന്നത്, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ വന്നിട്ട് അത് വളരുന്നത്. അതുപോലെ തന്നെ അമ്മയിൽ നിന്നാണ് കുഞ്ഞിന് ഓക്സിജനും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ എന്താണ് ഇദ്ദേഹം പറയുന്നതിൻ്റെ പൊരുളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കും അറിയില്ല. ഇനി ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പറയുന്നത് വിഡ്ഢിത്തരമല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തല്ലേ ഈ പറയുന്നത്? വിഡ്ഢിത്തങ്ങളുടെ രാജകുമാരൻ എന്ന് പറയാൻ പറ്റില്ല, രാജാവെന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ പറയാൻ പറ്റും. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ വാക്കിനോട് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല, ഞാൻ പൊരുത്തപ്പെടുകയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.